മൊബൈൽ ഉപയോഗിച്ച് ലാബ് 2 എങ്ങനെ ചെയ്യാം? ലാബ് 2 എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് ആണ്. ആക്ടിവിറ്റി 2.1 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എസ് സ്ക്വയർ. എസ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരയ്ക്കുക, ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഇൻക്രിമെൻറ്റ് 0 ആണ്. അതിനുശേഷം ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അത് എഫ് ഓഫ് എക്സ് പ്ലസ് എ ആണ്. ഇനി എഫ് പ്ലസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇത് മൊബൈലിലായാലും എഫ് പ്ലസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് എ മാറുന്നതനുസരിച്ച് ജി ഓഫ് എക്സിനുണ്ടാകുന്ന മാറ്റം എന്താണ്. എന്നിട്ട് ഇവിടെ ഫംഗ്ഷനും അതുപോലെ സ്ലൈഡറിനും ഇൻപുട്ട് ബോക്സ് കൊടുത്ത് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസിന് ഇതെങ്ങനെ കണ്ടുപിടിക്കുക, ഡിഫറെൻറ്റ് ഫംഗ്ഷന് ഡിഫറെൻറ്റ് വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ജിയോജിബ്ര ആപ്പിലേക്ക് പോകുന്നു. ഇവിടെ എസ് സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. എസ് സ്ക്വയർ ടൈപ്പ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്ന ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. സ്ലൈഡർ എന്ന് പറയുന്നത് നമ്മൾ ടൂൾ ബോക്സിൽ പോവുക. ഈ ടൂൾ ബോക്സിൽ സ്ലൈഡർ ക്ലിക്ക് ചെയ്ത് ഈ ഗ്രാഫിക്സ് വ്യൂവിലൊരു ക്ലിക്ക് ചെയ്യുക. ഇൻക്രിമെൻറ്റ് അവിടുത്തെ ഇൻക്രിമെൻറ്റ് 1.1 കൊടുക്കുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ സ്ലൈഡർ ഇവിടെയും കാണാൻ പറ്റും. നമ്മളിവിടെ ഈ ആൽജിബ്ര വ്യൂ ഇവിടെ എടുത്താലും നമുക്ക് അത് കാണാൻ പറ്റും. ഇവിടെ സ്ലൈഡർ ഇതാണ്. എവിടെ വേണേലും നമുക്ക് നീക്കാം, കുഴപ്പമില്ല. ഇവിടെയും നമുക്ക് മൂവ് ചെയ്യാം, ഇവിടെയും മൂവ് ചെയ്യാം സ്ലൈഡർ. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യണം. അതിന് വേണ്ടി ആദ്യം എഫ് ടൈപ്പ് ചെയ്യുക, പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് എ ആണ്. അതിനുശേഷം പ്ലസ് ടൈപ്പ് ചെയ്യുക, എ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ വിടും. എൻ്റർ എന്ന് പറയുന്ന കീ ഇതാണ്. നമ്മൾ ലാപ്ടോപ്പിലായാലും ചെയ്യുന്നത് പ്രൊസീജിയർ ഇത് തന്നെയാണ്. എസ് സ്ക്വയർ ടൈപ്പ് ചെയ്യുന്നു, ഇൻപുട്ട് ബോക്സിൽ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇൻപുട്ട് ബോക്സിൽ എഫ് പ്ലസ് എ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു. എഫ് പ്ലസ് എ എന്ന് ടൈപ്പ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ജി തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ അറിയാൻ പറ്റും, ഇവിടുത്തെ റെഡ് എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും നമ്മുടെ എക്സ് സ്ക്വയർ ജി എന്ന് പറയുന്നത് ആ ഓറഞ്ച് ഫംഗ്ഷനുമാണ്. ഈ സ്ലൈഡർ മാറ്റുന്നതനുസരിച്ച് നമുക്ക് ഈ ഫംഗ്ഷനിൽ മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. അത് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് വെർട്ടിക്കലായിട്ടും വെർട്ടിക്കലി അപ്വേഡായിട്ടും വെർട്ടിക്കലി ഡൗൺവേഡ്സുമായിട്ടാണ് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത് മുകളിലോട്ടും താഴോട്ടുമാണ്. എയുടെ വാല്യൂ ഒരു 2 കൊടുക്കുന്നത്, പോസിറ്റീവ് വാല്യൂ ആണ് 2. എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ 0യിൽ നിന്നും 2 യൂണിറ്റ്സ് അപ്വേഡ്സ് ആണ്, വെർട്ടിക്കലി അപ്വേഡ്സ് ആണ്. അപ്പോൾ പോസിറ്റീവ് ആകുമ്പോൾ വെർട്ടിക്കലി അപ്വേഡ്സ് ആണ്. ഞാൻ ഈ 2 മാറ്റിയിട്ട് ഒരു മൈനസ് വാല്യൂ കൊടുക്കുകയാണ്. -3 ടൈപ്പ് ചെയ്തു. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഗ്രാഫിൽ നോക്കാം എന്താണ് പ്രത്യേകത എന്ന് നോക്കാം. നമുക്ക് നോക്കാം. അവിടെ കാണാൻ പറ്റുന്നത് ഇത് 0 ആണ്. ഇവിടെ വെർട്ടിക്കലി ഡൗൺവേഡ്സ് എന്ന് പറയാൻ പറ്റും. അതായത് 3 യൂണിറ്റ്സ്. അപ്പം -3 യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്, അപ്പം മൈനസ് വേണ്ട. അപ്പോൾ 3 യൂണിറ്റ്സ് ഡൗൺവേഡ്സ് എന്ന് പറയാം. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പോസിറ്റീവ് ആവുമ്പോൾ വെർട്ടിക്കലി അപ്വേഡ്സും നെഗറ്റീവ് ആവുമ്പോൾ വെർട്ടിക്കലി ഡൗൺവേഡ്സും ഉണ്ട്. അത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഏത് വാല്യൂ ആണോ ആ വാല്യൂ അനുസരിച്ച് പറയാം. 3 ആണെങ്കിൽ 3 യൂണിറ്റ്സ് എന്ന് പറയാം, 4 ആണെങ്കിൽ 4 യൂണിറ്റ്സ് എന്ന് പറയാം. അത് അപ്വേഡ്സ് ആണെങ്കിൽ 3 യൂണിറ്റ്സ് അപ്വേഡ്സ് എന്ന് പറയാം. ഡൗൺവേഡ്സ് ആണെങ്കിൽ 3 യൂണിറ്റ്സ് വെർട്ടിക്കലി ഡൗൺവേഡ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ലാബ് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എന്നാണ് പറയുന്നത്. ഈ ഗ്രാഫിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പുതിയ ഗ്രാഫാക്കി മാറ്റുന്നു. ഇനി അടുത്ത് നമുക്ക് പറഞ്ഞേക്കുന്നത് ഇത് മാറ്റിയിട്ട് എസ് ക്യൂബ് കൊടുക്കുക. അപ്പോൾ ഇതിനകത്തുണ്ടാവുന്ന മാറ്റം എന്താണ്?
പിന്നെ ഇതിൻ്റെ ഡൊമൈനൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഇപ്പം ഞാൻ സ്ലൈഡർ നടുക്കായിരിക്കുന്നത്, അത് വേണേൽ നമുക്ക് മാറ്റി സൈഡിൽ കൊണ്ടുവരാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ച് താഴോട്ട് എവിടെയെങ്കിലും മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നടാം 3 യൂണിറ്റ്സ് തന്നെ, 3 യൂണിറ്റ്സ് വെർട്ടിക്കലി ഡൗൺ വേർഡ്സ് എന്ന് പറയാം. ഈ 3 മാറ്റിയിട്ട് ഞാൻ അവിടെ ഒരു 1 യൂണിറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്നും 0 നിന്നും മുകളിലോട്ട് 1 യൂണിറ്റ് ആണ്. അപ്പം വെർട്ടിക്കലി അപ്വേർഡ്സ് 1 യൂണിറ്റ്സ് എന്ന് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ എ പോസിറ്റീവ് ആകുമ്പോൾ വെർട്ടിക്കലി അപ്വേർഡ്സും നെഗറ്റീവ് ആകുമ്പോൾ വെർട്ടിക്കലി ഡൗൺവേർഡ്സും ആയിരിക്കും. നമ്മൾ മൊബൈൽ ലാപ്പിൽ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഇതിന് വേണ്ടി എഫിന് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യും, എക്ക് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ അത് വേണ്ട, നമുക്ക് നേരിട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി സ്ലൈഡറിൻ്റെ കൂടെ തന്നെ അതിന് ഇൻപുട്ട് ബോക്സ് വരികയാണ്. ഇത് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് ഒരു ഇൻപുട്ട് ബോക്സ് അവിടെ ഫംഗ്ഷന് കൊടുക്കുകയാണെങ്കിൽ അത് മാറ്റിയിട്ട് ഇവിടെ സ്ക്വയർ കൊടുത്താൽ മാത്രം മതി, സ്ക്വയർ മാറ്റിയിട്ട് S³ കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ചെയ്യാൻ പറ്റും. ലാപ്പിലാകുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ട്രേസ് നോക്കാം. ഇതിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് ട്രേസിൻ്റെ ഈ മൂവ്മെൻറ്റ്, ഇപ്പോൾ ഈ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇതിൻ്റെ മൂവ്മെൻറ്റിനാണ് നമ്മൾ അതിൻ്റെ പാത്ത് ട്രേസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ലൈഡർ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന മൂവ്മെൻറ്റിൽ ഉണ്ടാകുന്ന ആ പാത്തിനെ ഒന്ന് ട്രേസ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈനിൽ നമ്മൾ ലാപ്പിലാണെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ട്രേസ് ഓൺ കൊടുത്താൽ മതി. ഇവിടെ ചെയ്യുമ്പം അത് തന്നെ ചെയ്യുന്നത് ആ ഏതിൻ്റെയാണോ ട്രേസ് ചെയ്യേണ്ടത് അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് ആ 3 ഡോട്ട്സിൽ പോയി നമ്മൾ താഴോട്ട് നോക്കുമ്പം കാണാം, 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ കാണാം ഷോ ട്രേസ് എന്നുണ്ട്. നമ്മൾ അവിടെയും ചെയ്യുന്നത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ട്രേസ് ഓൺ കൊടുക്കുക. ഇവിടെ ചെയ്യുന്നത് ഷോ ട്രേസ്, മൊബൈലിൽ ചെയ്യുന്നത് ഷോ ട്രേസ് കൊടുത്താൽ മതി. അതിന് റൈറ്റ് ബട്ടൺ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നതിനാണ് റൈറ്റ് ബട്ടൺ. എന്നിട്ട് 3 ഡോട്ട്സിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഗ്രാഫിക്സ് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് ട്രേസ് ആയി. ഇനി അനിമേഷൻ കൊടുക്കാൻ നമ്മൾ ലാപ്പിലാണെങ്കിൽ അനിമേഷൻ കൊടുക്കുന്നത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അനിമേഷൻ ഓൺ എന്ന് കൊടുത്താൽ മതി. ഇതിനകത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അനിമേഷൻ ഓൺ വരും, ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഓട്ടോമാറ്റിക് നമ്മൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു അനിമേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് അനിമേഷൻ്റെ ചിഹ്നം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ മൂവ് ചെയ്ത് പോകുന്ന കാണാം. അതിൻ്റെ ഓരോ പാത്തും നമുക്കിവിടെ കാണാം, അത് മൂവ് ചെയ്യുന്ന ഓരോ. പിന്നെ ഈ മൊബൈൽ ലാപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ലാഗ് ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ മൊബൈൽ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഇതുപോലെ എത്രയോ ലാഗ് ഇവിടെ കാണത്തില്ല, സ്പീഡിൽ തന്നെ കാണാം. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി മൊബൈലുമായിട്ട് കണക്ട് ചെയ്തതിൻ്റെ ഒരു ലാഗിങ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അത് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് സ്റ്റോപ്പ് ആവും. എന്നിട്ട് ഇത് പോകണമെങ്കിൽ ഇതാണ് അൺഡു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കുണ്ട് ജിയോജിബ്രയിൽ, എവിടെയായാലും ഉണ്ട്. അപ്പോൾ അതാണ് അൺഡു എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഇതങ്ങ് പോവും, ഈ പാറ്റേൺ അങ്ങ് പോവും, പാറ്റേൺ അങ്ങ് പോയി. ഇത് തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ റെഡോ എന്ന് പറയുന്ന നമ്മൾ ആ ഓപ്ഷനാണിത്. അത് നമ്മൾ ജിയോജിബ്രയ്ക്കകത്ത് തന്നെ ഉള്ളതാണ്. പിന്നെ ലാപ്പിൽ ചെയ്യുമ്പോൾ ഈ പാറ്റേൺ കളയാൻ എളുപ്പ വഴി എന്ന് പറയുന്നത് Ctrl F എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ പെട്ടെന്ന് നമുക്കതിൻ്റെ കളയാൻ പറ്റും, ഈ പാറ്റേൺ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ വീണ്ടും ട്രേസ് ഓൺ കിടക്കുന്നതുകൊണ്ട് വീണ്ടും അനിമേഷൻ കൊടുത്താൽ ഈ പാത്ത് വരും. അതുകൊണ്ട് ഇനി അപ്പോൾ ഇതിനകത്ത് ഇനിയും അതുപോലെ ഓരോ വാല്യൂം കൊടുക്കാം. അടുത്ത ABS-X മോഡ് X കൊടുക്കാം, 4X കൊടുക്കാം. അതിൻ്റെ നമുക്കതിൻ്റെ റേഞ്ചും അതുപോലെ അതിൻ്റെ ഡൊമൈനും ഒക്കെ എഴുതാൻ പറ്റും. എഫിൻ്റെയും ജിയുടെയും ഇപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ ഞാൻ അതുകൂടെയൊക്കെ തയ്യാറാക്കിയാണ് ഇതിൻ്റെ ഒബ്സർവേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എ പോസിറ്റീവ് ആവുമ്പോൾ നമുക്ക് കുറേ F(x) ഷിഫ്റ്റർ A യൂണിറ്റ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ഉണ്ടോ. ഇവിടെ പോസിറ്റീവ് -A കൊടുത്തിരിക്കുന്നു ഇവിടെ. അപ്പോൾ നമുക്ക് പറയാം ഷിഫ്റ്റർ A യൂണിറ്റ്സ് വെർട്ടിക്കലി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഡൊമൈനും റേഞ്ചും ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഡൊമൈനിൽ
ഇത് രണ്ടിൻ്റെ ഡൊമൈന് മാറ്റം ഉണ്ടാവുന്നില്ല. എന്തിന് മാറ്റം ഉണ്ടാവുന്നുണ്ട്? റേഞ്ചിന് മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് വരുമ്പോൾ, അതായത് f(x+i) എന്ന ഫോമിലുള്ള ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിൽ എന്ത് ചേഞ്ച് ചെയ്യുന്നില്ല? ഡൊമൈൻ ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് റേഞ്ചിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ ആ ഗ്രാഫ് നോക്കി നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ഡൊമൈനും റേഞ്ചും ഒക്കെ കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ജനറലായിട്ട് ഇങ്ങനെ പറയാം, ദ ഗ്രാഫ് ഓഫ് f(x+a) ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഷിഫ്റ്റിംഗ് ദ ഗ്രാഫ് ഓഫ് f(x) by a യൂണിറ്റ്സ് വെർട്ടിക്കലി അപ്വേർഡ്സ് if a is positive ആൻഡ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് if a is negative. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, a പോസിറ്റീവ് ആണെങ്കിൽ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിരിക്കും, അപ്പോൾ അത് a യൂണിറ്റ്സ് എന്ന് പറയാം. അതുപോലെ നെഗറ്റീവ് ആണെങ്കിൽ a യൂണിറ്റ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് എന്ന് പറയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിയലൈസ് ദാറ്റ് വെർട്ടിക്കൽ ഷിഫ്റ്റ് ഡസ് നോട്ട് ചേഞ്ച് ഡൊമൈൻ, മേ ചേഞ്ച് ദ റേഞ്ച്. വെർട്ടിക്കൽ ഡൊമൈന് ചേഞ്ച് ഉണ്ടാവത്തില്ല. വെർട്ടിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ വെർട്ടിക്കലായിട്ട് മാറ്റം ഉണ്ടാകുന്നതിനാണ് വെർട്ടിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ വെർട്ടിക്കൽ ഷിഫ്റ്റ് ഡൊമൈന് ചേഞ്ച് ഉണ്ടാക്കുന്നില്ല, പക്ഷേ എന്തിന് ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്? റേഞ്ചിന് ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ട്രേസ് കൊടുത്തപ്പോൾ നമുക്ക് ഒരുപാട് കർവ്സാണ് കിട്ടിയ f(x+a) യുടെ വാല്യൂ മാറുന്നതനുസരിച്ച്. അതുകൊണ്ട് അതിനെ f(x+a) റെപ്രസെൻറ്റ് ഫാമിലി ഓഫ് കർവ്സ് എന്ന് നമുക്ക് ഇവിടെ നിന്നും നമുക്ക് ഒബ്സർവേഷൻ എഴുതാവുന്നതാണ്. പിന്നെ ഇത് ഞാൻ ലാപ്പിൽ ചെയ്യുന്ന കാര്യമാണ്. അനിമേഷൻ ചെയ്യുന്നതും ട്രേസ് ഓൺ ചെയ്യുന്ന കാര്യങ്ങളുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ ഇവിടെ പോയി ഇവിടെ ടൈപ്പ് ചെയ്യുക, സേവ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക, സേവ് വരും. അവിടെ നമ്മൾ അൺടൈറ്റിൽ നിന്ന് മാറ്റിയിട്ട് ആക്ടിവിറ്റി അല്ലെങ്കിൽ ലാബ് 2.1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ആക്ടിവിറ്റി 2.1 എന്നോ ലാബ് 2.1 എന്ന് കൊടുക്കാം. ഇഷ്ടമുള്ള പേര് ലാബ് 1 ആക്ടിവിറ്റി 2.1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ആക്ടിവിറ്റി 2.1 എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ഓക്കെ കൊടുക്കുമ്പോൾ അത് സേവ് ആവും. അപ്പോൾ ഇതാണ് ലാബ് 2.1 എന്ന് പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി 2.2 ആണ്. അത് നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ്. ഇവിടെ വ്യത്യാസം ഇതേ ഉള്ളു, f(x+a) g എന്ന് പറയുന്ന f(x+a) ആണ്. ബാക്കി നമ്മൾ ഇതേപോലെ ചെയ്തു മാത്രം വന്നാൽ മതി. a അനുസരിച്ച് അതിനുണ്ടാവുന്ന മാറ്റം എന്താണെന്ന്. പിന്നെ x² മാറ്റിയിട്ട് mod x-ഉം floor x-ഉം s³ ഒക്കെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒബ്സർവേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിനുവേണ്ടി ആപ്പ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നേരത്തെ പറഞ്ഞ ആ ഫംഗ്ഷൻ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുകയാണ്, s² സ്ലൈഡ് എടുക്കുന്നു. നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി പറഞ്ഞതിൻ്റെ തന്നെയാണ് ഈ സ്റ്റെപ്പ്. ഇനി ഈ രണ്ട് സ്റ്റെപ്പ് ഫസ്റ്റ് ലാബിൽ പറഞ്ഞിട്ടുണ്ട്, ഈ 2.1 പറഞ്ഞിട്ടുണ്ടാണ്. ഇവിടെ ഇനി ചെയ്യേണ്ടത് f(x+a) f ബ്രാക്കറ്റിൽ x+a എന്ന് ടൈപ്പ് ചെയ്യണം. x+a എന്ന് ടൈപ്പ് ചെയ്യണം. എന്നിട്ട് എൻ്റർ കൊടുത്താൽ മതി. ഇവിടെ എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഇതേപോലെ വരും. കീബോർഡ് പോകാൻ ഈ ഗ്രാഫിക്സ് വ്യൂവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം, എന്ത് മാറ്റമാണ് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ അനിമേഷൻ കൊടുക്കാം. അനിമേഷൻ നേരത്തെ കൊടുത്തുകൊണ്ട് അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന്. അനിമേഷൻ കൊടുക്കാന്ന് വെച്ചാൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇത് വെർട്ടിക്കലി അല്ല, ഹൊറിസോണ്ടലി ആണ്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടുമാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ 4.4 ആയപ്പോൾ അതിൻ്റെ ലെഫ്റ്റിലോട്ടാണ് അതിൻ്റെ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അത് പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അത് നമ്മൾ നെഗറ്റീവ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, ഞാനിവിടെ നെഗറ്റീവ് വാല്യൂസിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ മൈനസ്, അപ്പോൾ അത് റൈറ്റിലോട്ടാണ് അതിൻ്റെ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ -2 എക്ക് -2 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും എക്സ് ആക്സിന് റൈറ്റ് സൈഡിലോട്ട്, അതായത് ടുവേഡ്സ് റൈറ്റ് ആണ്. പാരലൽ ടു എക്സ് ആക്സിസ് ആൻഡ് ടുവേഡ്സ് റൈറ്റ് എന്ന് പറയാം. അതുപോലെ പോസിറ്റീവ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ടുവേഡ്സ് ലെഫ്റ്റ് എന്ന് പറയാം. അത് പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എക്സ് ആക്സിന് പാരലായിട്ട് എങ്ങോട്ടാണ് അത്. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ഷിഫ്റ്റിംഗ് ആണെന്ന് പറയാം. അത് ടുവേഡ്സ് ലെഫ്റ്റ് എന്നും ടുവേഡ്സ് റൈറ്റ് എന്ന് പറയുന്ന
വെർട്ടിക്കൽ ആണെങ്കിൽ അപ്വേഡ്സ് എന്നും ഡൗൺവേഡ്സ് എന്നും പറയും. ഇനി ഏത് എയുടെ വാല്യൂ ഏതാണോ അതനുസരിച്ച് നമുക്ക് അതിൻ്റെ യൂണിറ്റ്സും പറയാം. ഇവിടെ ഇതാണ് നമ്മൾ ഒറിജിനൽ ഗ്രാഫ്, ഇതാണ് ജി എന്ന് പറയുന്നത്. നമുക്ക് പറയാം ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വെർട്ടിക്കലി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പാരലൽ ടു എക്സ് ആക്സിസ് ടുവേഡ്സ് ലെഫ്റ്റ് റൈറ്റ് 2 യൂണിറ്റ്സ് എന്ന് പറയാൻ പറ്റും. ഇവിടെ നമ്മളൊരു പോസിറ്റീവ് നമ്പറാണ് കൊടുക്കുന്നെങ്കിൽ ഇവിടെ ഇവിടെ നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാം, +2 കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇന്ന് പറയാം ഇത്. അപ്പോൾ എയുടെ വാല്യൂ പോസിറ്റീവ് ആയപ്പോൾ ടുവേഡ്സ് ലെഫ്റ്റ് എന്ന് പറയാം, പാരലൽ ടു എക്സ് ആക്സിന് പാരലായിട്ട് ലെഫ്റ്റിലോട്ട് അതിൻ്റെ ഷിഫ്റ്റിംഗ് നടക്കുന്നു. ഇവിടെ എയ്ക്ക് നെഗറ്റീവ് ആകുമ്പോൾ റൈറ്റിലോട്ടും ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ഇതാണ്. ഇനി എവിടെ പോലെ എസ് ക്യൂബ് കൊടുത്താലും ഇത് തന്നെയാണ്, ABS എക്സ് കൊടുത്താലും ഇത് തന്നെയാണ്, മോഡ് എക്സ് കൊടുത്താലും ഇത് തന്നെ, ഫ്ലോർ എക്സ് കൊടുത്താലും ഇത് തന്നെ. ഞാൻ ഫ്ലോർ എക്സ് എന്ന് കൊടുക്കാൻ പോയാൽ ഫ്ലോർ എക്സ് എന്ന് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എക്സിനെയാണ് നമ്മൾ ഫ്ലോർ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഫ്ലോർ എക്സ് FLOR ഫ്ലോർ ബ്രാക്കറ്റ് നിർബന്ധമില്ല, എൻ്റർ കൊടുത്താൽ അവിടെ ഫ്ലോർ എക്സിൻ്റെ ഗ്രാഫ് വരും. ഇതാണ് ഫ്ലോർ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ -0 നിന്ന് ഇവിടെ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ -2 നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം 2 യൂണിറ്റ്സ് ഇത് ലെഫ്റ്റിലോട്ടാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ലെഫ്റ്റിലോട്ടും നെഗറ്റീവ് ആകുമ്പോൾ റൈറ്റിലോട്ടുമാണെന്ന് അതിൻ്റെ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻ നമുക്ക് ഇങ്ങനെ പറയാം. പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും റേഞ്ചും ഒക്കെ നമുക്ക് ഇത് നോക്കിയാൽ ഗ്രാഫ് നോക്കി പറയാൻ പറ്റും എവിടെ നിന്നാണ് അതിൻ്റെ റേഞ്ച് തുടങ്ങുന്നത്. 0 to ആദ്യത്തെ സ്ക്വയർ ആണെങ്കിൽ അത് 0 to ഇൻഫിനിറ്റി ആണ്. അത് നമുക്ക് നോക്കി അറിയാം. ഇവിടെ അതിന് A കൊടുത്തു, ഇതിവിടെ -A ആണ്. ഇത് മോഡ് എക്സ് കൊടുത്തു, അതും 0 to ഇൻഫിനിറ്റി ആണ്. ഇവിടെ എല്ലാം Z ആണ്, ഇവിടെ റിയൽ നമ്പേഴ്സ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞിട്ട് തന്നെ പറയാം, ദ ഗ്രാഫ് ഓഫ് f of x plus a ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഷിഫ്റ്റിംഗ് ദ ഗ്രാഫ് ഓഫ് f of x by a യൂണിറ്റ്സ് പാരലൽ ടു എക്സ് ആക്സിസ് ടുവേഡ്സ് ലെഫ്റ്റ് എന്ന് പറയാം. ഈ ഫേസ് പോസിറ്റീവ്, എ പോസിറ്റീവ് ആകുമ്പോൾ. നെഗറ്റീവ് ആകുമ്പോൾ ടുവേഡ്സ് റൈറ്റ് എന്ന് പറയാം. പിന്നെ റിയലൈസ് ദ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, അത് ഡസ് നോട്ട് ചേഞ്ച് ദ റേഞ്ചിന് മാറ്റം ഉണ്ടാക്കുന്നില്ല, പക്ഷേ ഡൊമൈന് മാറ്റം ഉണ്ടാക്കുന്നു. പിന്നെ നമുക്കൊരു ഇവിടെ പറയാം f of x plus റെപ്രസെൻറ്റീവ് ഫാമിലി കർവ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നും ഈ ചാർട്ടൊക്കെ ഞാൻ ഇതിനു വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ്, അത് നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ നിന്നുമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒബ്സർവേഷൻസ് എഴുതിയിരിക്കുന്നത്. ഇത് നമുക്ക് സേവ് ചെയ്യാം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സേവ് എന്നുള്ള വരും. ആ സേവിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ നമുക്ക് മാറ്റി പുതിയതായതുകൊണ്ട് ഇവിടെ ആക്ടിവിറ്റി ലാബ് 2.1 നമുക്ക് എഴുതാം. അങ്ങനെ നമുക്കത് ഞാനിപ്പോൾ സേവ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ലാബ് 2.2 എന്ന് പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി 2.3 ആണ്. അത് റിഫ്ലക്ഷൻ ഓഫ് ഗ്രാഫാണ്. അതായത് f of x ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ -f of x കണ്ടുപിടിക്കുക. അതിന് -f എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഇത് കമ്പയർ ചെയ്യുക, ഇതിൻ്റെ എന്താണ് പ്രത്യേകത എന്ന്. അതിനുശേഷം ആ f of x മാറ്റിയിട്ട് a² + 2 a² - 1 mod x - 1 mod x - 1 അല്ലെ ഫ്ലോർ എക്സ് ഇതൊക്കെ 1/x ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഫൈൻഡിങ്സ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അതിനെ ആക്ടിവിറ്റി 2.3 ആയിട്ട് സേവ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ വരുന്നു. ഇവിടെ നിന്ന് ഞാൻ ആദ്യം s² എന്ന് പറയുന്ന ഗ്രാഫ് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് -f എന്ന് പറയുന്ന ഒരു ഗ്രാഫ് എടുക്കുന്നു. -f എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതാ -f of x. അപ്പോൾ നമുക്കതിന് സിസ്റ്റത്തിൽ നമുക്കപ്പോൾ ലാപ്പിലായാലും മൊബൈലായാലും അപ്പോൾ നമുക്കതിന് g of x എന്നൊരു പേര് സിസ്റ്റം തന്നെ കൊടുക്കും, അല്ലെങ്കിൽ മൊബൈൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ ഒറിജിനൽ f of x എന്ന് പറയുന്ന ഗ്രാഫ്. ഇത് -f of x ആണ്. അപ്പോൾ ഇത് നമ്മളുടെ വ്യത്യാസം നമുക്ക് നോക്കാം. നമുക്ക് പറയാം ഇതിൻ്റെ റിഫ്ലക്ഷനാണ് ഇതെന്ന് പറയാം. എബൌട്ട് എക്സ് ആക്സിനെ ബേസ് ചെയ്തുള്ള റിഫ്ലക്ഷനാണ്, f of x-ൻ്റെ റിഫ്ലക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്ന g of x എന്ന് പറയാം. g of x എന്ന് പറയാം -f of x എന്ന് പറയാം. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ്. അത് റിഫ്ലക്ഷൻ്റെ ആയാലും ഇതിൻ്റെ ആയാലും.
അതായത് ജിയുടെ ആയാലും എഫിൻ്റെ ആയാലും ഡൊമൈൻ എഫ് തന്നെ, പക്ഷേ റേഞ്ച് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ റേഞ്ച് പറയുമ്പോൾ നമുക്കറിയാം ഇത് 0ക്ക് മുകളിലോട്ടുള്ള ഏത് പോസിറ്റീവ് വാല്യൂസും കൊടുക്കാം. അപ്പോൾ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 to infinity എന്ന് ഇതിന് പറയാം. ഇതിന് പറയുമ്പം ഓപ്പൺ ക്ലോസ്ഡ്, ആദ്യം ഓപ്പൺ ആണ്, അത് -∞ to 0 എന്ന്, ക്ലോസ്ഡ് ആണ് ഇവിടെ. രണ്ടാമത് പറയുമ്പോൾ ക്ലോസ്ഡ് പറയാം, ഓപ്പൺ ക്ലോസ്ഡ് -∞ 0 എന്ന് പറയാം ഇതിനെ. അപ്പോൾ അടുത്ത് ഞാനിവിടെ ഒരു വാല്യൂ എല്ലാം ഞാൻ ചെയ്യുന്നില്ല. അടുത്ത് ഞാനൊരു മോഡ് ABSX -1 എന്നുള്ള കൊടുക്കുന്നു. ABSX എന്ന് പറയുമ്പോൾ മോഡ് X -1 ആണ്. ABSX എന്ന് ബ്രാക്കറ്റ് നിർബന്ധമല്ല ഇവിടെ, പക്ഷെ ലാപ്പിൽ ബ്രാക്കറ്റ് നിർബന്ധമാണ്. എന്നിട്ട് -1 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ f(x), ഇതാണ് g(x). അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ റിയൽ നമ്പറാണ്, ഇതിൻ്റെ ഡൊമൈനി ഏത് റിയൽ നമ്പർ കൊടുത്താലും നമുക്കൊരു വാല്യൂ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ റിയൽ നമ്പേഴ്സും ഇവിടെ കൊടുക്കാം. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഡൊമൈന്, അത് ജിയുടെ ആയാലും എഫിൻ്റെ ആയാലും. ഇനി എഫിൻ്റെ റേഞ്ച് എന്താണ്? അപ്പോൾ നമുക്കറിയാം എഫ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് -1 മുതലുള്ള വാല്യൂസ് മുകളിലോട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഇവിടെ -1 ഉള്ള മുകളിലോട്ട് ഏത് വാല്യൂ എവിടെ വരെ പോവാം? ഇൻഫിനിറ്റി വരെ വരാം. അപ്പം നമുക്ക് പറയാം ക്ലോസ്ഡ് ഓപ്പൺ -1 ഇൻഫിനിറ്റി എന്ന് പറയാം. ക്ലോസ്ഡ് -1 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് ഓപ്പൺ -1 ഇൻഫിനിറ്റി എന്ന് പറയാം. ഇവിടെ പറയുമ്പോൾ താഴോട്ടാണ് വരുന്നത്. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ആദ്യം പറയേണ്ടത് ഓപ്പൺ ക്ലോസ്ഡ് -∞ to 1 എന്ന് പറയണം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡൊമൈന് റേഞ്ചും ഒക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ബാക്കി നിങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ എല്ലാ വാല്യൂസും നമുക്ക് എക്സിന് 0 കൊടുക്കാൻ പറ്റത്തില്ല 1/x ആകുമ്പോൾ. അപ്പോൾ അവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് 0 ഒഴിവാക്കിയുള്ളതാണ്. അപ്പോൾ സെറ്റ് -0 റേഞ്ചും അതുപോലെ തന്നെ കിട്ടും. അതുപോലെ ജി ആയാലും എഫ് ആയാലും അതുപോലെ തന്നെ കിട്ടും. ജിയുടെയും എഫിൻ്റെയും ഡൊമൈനും റേഞ്ചും ഇതേപോലെ ഒരേപോലെ തന്നെ ആയിരിക്കും. അത് സെറ്റ് 0 കുറയ്ക്കുന്നതായിരിക്കും റിയൽ നമ്പറിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഇന്ന് നമുക്കൊരു ഒബ്സർവേഷൻ പറയാം. ഗ്രാഫ് ഓഫ് -f(x) is obtained by reflecting the graph of f(x) on x-axis. x-axis-ലുള്ള റിഫ്ലക്ഷൻ ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ റിയലൈസ് ദാറ്റ് റിഫ്ലക്ഷൻ ഓൺ x-axis does not change ഡൊമൈൻ. ഡൊമൈന് മാറ്റമില്ല, നിങ്ങൾ നോക്കിയാൽ മതി. പക്ഷേ റേഞ്ചിന് മാറ്റമുണ്ട് കേട്ടോ. f(x)ൻ്റെയും g(x)ൻ്റെയും ഡൊമൈന് മാറ്റമില്ല, പക്ഷേ റേഞ്ചിന് മാറ്റമുണ്ട്. ഈ ചാർട്ട് നോക്കി അത് പറയാൻ പറ്റാവുന്നതാണ്. ഇത് സേവ് ചെയ്യാം. നമ്മൾ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് സേവ് കൊടുത്ത് ഇവിടെ ഏതെങ്കിലും പേര് കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. ഞാനിവിടെ ലാബ് 2.3 എന്ന് കൊടുക്കുന്നു. ഡൺ കൊടുക്കുമ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഡൺ കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സേവ് ആവും. കാണുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഓപ്പൺ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ചിലപ്പോൾ സേവ് ചെയ്യുമ്പോൾ സൈൻ ഇൻ ചോദിക്കുകയാണെങ്കിൽ ജിയോജിബ്രയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് സേവ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. അടുത്തത് ആക്ടിവിറ്റി 2.4 ആണ്. റിഫ്ലക്ഷൻ ഓഫ് എ ഗ്രാഫ്, അതായത് f(-x) ആണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ജിയോജിബ്ര ഓപ്പൺ ചെയ്തിട്ട് x³ എന്ന് പറയുന്ന ഗ്രാഫ് എടുക്കുക. അതിന് f(-x) ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് f(x)ഉം g(x) നമ്മൾ കമ്പയർ ചെയ്യുക. ആ f(x)³ മാറ്റിയിട്ട് ഈ പറഞ്ഞ 1/x, mod x, floor x ഒക്കെ കൊടുത്ത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഫൈൻഡിങ്സ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ s³ ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് f(-x) ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ x-ആക്സിന് റിഫ്ലക്ഷനാണ്, y-ആക്സിന് റിഫ്ലക്ഷനാണ് കാണുന്നത്. ഇതാണ് നമ്മൾ ഒറിജിനൽ ജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് y-ആക്സിന് റിഫ്ലക്ഷൻ, അതുപോലെ ഒറിജിനൽ സിമെട്രിക്കും ആയിരിക്കും എന്ന് പറയാൻ പറ്റും.
ഒറിജിന് സിമെട്രിക് ആയിട്ടുമാണ് ഈ ഗ്രാഫ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇപ്പോൾ ഈ എക്സ് സ്ക്വയർ മാറ്റിയിട്ട് 1/x³ മാറ്റിയിട്ട് 1/x ടൈപ്പ് ചെയ്യുകയാണ്. 1/x ടൈപ്പ് ചെയ്യുന്നതിന് 1 ആദ്യം ടൈപ്പ് ചെയ്യുക. പിന്നെ ബൈ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഡിവിഷൻ്റെ സിമ്പിൾ അടിക്കുക, എക്സ് ടൈപ്പ് ചെയ്യുക. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ 1/x ആയിരിക്കും. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതാണ് f(x) എന്ന് പറയുന്നത് 1/x ഗ്രാഫ്. ഇത് -1/x ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഡൊമെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് 0 ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്ന് പറയും. 0ക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഡൊമെയിൻ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും സെറ്റ് r-set 0 എന്ന് പറയാം. റേഞ്ചും നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും. 0 ഇവിടെ കിട്ടുന്നില്ല, ഇവിടെ y ആക്സിസിൽ ഒരിക്കലും 0 കിട്ടുന്നില്ല. അപ്പോൾ അതുപോലെ അടുത്ത ഫംഗ്ഷന് ഫ്ലോർ എക്സ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഞാൻ അവിടെ എസ് സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ഇതെങ്ങനെ വരും? ഇവിടെ എസ് സ്ക്വയർ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ നോക്കാം, ഗ്രീൻ എന്ന് പറയുന്നതാണ് എസ് സ്ക്വയറിൻ്റെ, എഫ് എന്ന് പറയുന്ന ഗ്രാഫ്. അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ജി ആണ്. പക്ഷെ രണ്ട് ഗ്രാഫ് സെയിം ആണ്. ഇവിടെ രണ്ട് ഗ്രാഫും ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഡിസേബിൾ ആയി കൊടുത്താൽ മതി. ഈ ഡോട്ട് ഡിസേബിൾ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ലാപ്പിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഗ്രീൻ ഇതാണ്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഗ്രാഫ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്. അത് എന്തുകൊണ്ടാണ് നമുക്കറിയാം. എസ് സ്ക്വയർ ആയതുകൊണ്ട് അതിന് മൈനസ് കൊടുത്താലും ഇവിടെ റേസ്ഡ് 2 ആയതുകൊണ്ട് മൈനസ് കൊടുത്താലും അതേ ഗ്രാഫ് തന്നെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങനെ വന്നത്. f(x)ഉം g(x) സെയിം ആണ്. f(x)ഉം g(x)ഉം അവിടെ സെയിം ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒബ്സർവേഷൻ ഇതേപോലെ നമുക്ക് ബാക്കി പറയുന്ന ഫംഗ്ഷൻ നമുക്ക് നോക്കാം. അതിൻ്റെ ഒബ്സർവേഷൻ ഇതാണ്. 1/x നോക്കാം. ഇതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒബ്സർവേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഡൊമൈൻ റേഞ്ചും ഒക്കെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാം, ഇവിടെ നമുക്ക് പറയാം ഗ്രാഫ് ഓഫ് f(-x) is obtained by reflecting the graph f(x) on y-axis. Realize that the reflection on y-axis does not change the range and may change the domain. റേഞ്ചിന് വ്യത്യാസം വരുന്നില്ല, പക്ഷെ ഡൊമൈന് വ്യത്യാസം വരാം. പിന്നെ നമ്മൾ ഇതിൽ നിന്നും ഈ ചാർട്ടിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. നമ്മളിവിടെ മൈനസ് കൊടുത്തപ്പോൾ ഈ f(x)ഉം f(-x)ഉം സെയിം ആയിട്ട് വരുന്ന ഫങ്ഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഇത് രണ്ടെണ്ണം. ഇങ്ങനെയുള്ള ഫംഗ്ഷനെ നമുക്ക് പറയാം ഈവൻ ഫംഗ്ഷൻ എന്ന് പറയാം. F is even. Change the graph. So the graph of an even function is symmetric with respect to y-axis. Even function or symmetric with respect to y-axis ആയിരിക്കും എന്നൊക്കെയാണ്. അതുപോലെ ചില കേസിൽ നമുക്കറിയാം f(-x) -f(x) പറയാം. എന്നിട്ട് ഈ മൈനസിന് ഇപ്പുറത്ത് കൊണ്ടുപോകാനാണെങ്കിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ മൈനസ് ഇപ്പുറത്ത് കൊടുക്കുകയാണെങ്കിൽ അത് റിഫ്ലക്ഷൻ ഓൺ y-ആക്സിസായി മാറും. x-ആക്സിസ് പിന്നെ y-ആക്സിസായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. ഇങ്ങനെയുള്ളത് അത് നമ്മൾ സാധാരണ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഇതാണ്. f(-x) -f(f)(x) കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷനെ നമുക്ക് ഓഡ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇവിടെ s³ 1/x അതാണ്. ഇത് രണ്ടും അല്ലാത്ത വരുന്ന ഫംഗ്ഷൻസ് ഉണ്ട്. അത് ഇനി നമ്മൾ പറയുന്ന പേരാണ്, അതിന് നമുക്ക് പറയാം ദ ഫംഗ്ഷൻസ് നെയ്തർ ഓഡ് നോർ ഈവൻ എന്ന് പറയാം. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ലാബ് 2.4 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരുവിധം എല്ലാം നമുക്ക് ലാപ്പിൽ ചെയ്യുന്നതിൻ്റെ കൂടെ ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ലാപ്പിൽ ചെയ്യുന്നവരെ ഇതേപോലെ പഠിക്കുക.